അങ്ങനെ ആദർശാണെങ്കിൽ ഇപ്പോൾ വീട്ടിൽ നിന്നൊക്കെ മാറി ഒറ്റയ്ക്ക് താമസിക്കുമായിരിക്കും. തൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് തെളിയിക്കാനും മൂർത്തീസ് ജ്വല്ലറി തകർക്കാൻ നോക്കിയ ശത്രുക്കളെ പൊക്കാനും വേണ്ടിയിട്ടാണ് ആദർശ് ഇങ്ങനൊരു കടുങ്ങ് ചെയ്യുന്നത്. ആദർശിന് എപ്പോൾ പുലിവാല് പിടിച്ചാലും കിരണും കല്യാണം കാണുമല്ലോ. പതിവ് പോലെ തന്നെ കിരൺ ആദർശിനെ സഹായിക്കാൻ അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നുണ്ട്. കിരണും കല്യാണം ചേർന്ന് ഇൻറ്റീരിയർ ഡിസൈനിങ് എന്നൊക്കെ പറഞ്ഞ് എൻ ജ്വല്ലറിയിൽ എങ്ങനെയൊക്കെയോ അങ്ങ് നുഴഞ്ഞു കയറി ആ ഡേവിഡുമായിട്ട് നല്ല അടുപ്പത്തിലായിട്ടുണ്ട്. ഇതേ സമയം നന്ദു വെറുതെ ഇരിക്കുന്നില്ല. ആ ഗ്രീന എന്ന് പറയുന്ന പെൺകുട്ടിയെക്കുറിച്ചും എൻ ജ്വല്ലറിയുടെ തട്ടിപ്പുകളെക്കുറിച്ചും പുള്ളി തൻ്റെ രീതിയിൽ തന്നെ കാര്യമായിട്ടൊന്ന് അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരെയും കൂടി ഒരുമിച്ച് ചേരുകയാണ്. എൻ ജ്വല്ലറി നടത്തിയ ഉടായ്പിൻ്റെ പിന്നിൽ ഡേവിഡിന് നല്ല പങ്കുണ്ട് എന്ന് കിരൺ കണ്ടെത്തി. ഡേവിനെ അങ്ങോട്ടേക്ക് ഇട്ടങ്ങ് പൂട്ടാണ് കിരൺ. നന്ദുവും ആദർശും കല്യാണിയും ഒക്കെ കൂടെ കൂടുന്നുണ്ട്. എല്ലാവരും ചേർന്ന് കൊടുത്തിന് എൻ ജ്വല്ലറിയെയും ഡേവിഡിനെയും പ്രതിക്കൂട്ടിലങ്ങ് നിർത്തി. പക്ഷേ ആ നാഗേന്ദ്രനാണ് ഇതിൻ്റെയൊക്കെ മെയിൻ കണ്ണിയെന്ന് അപ്പോഴും ആരും തന്നെ അറിയുന്നില്ല. ആദർശിൻ്റെ കയ്യിൽ നിന്നും 1-2 പേരുകളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഡേവിഡ് അങ്ങ് പാട്ട് പാടാൻ തുടങ്ങുന്നത്. അങ്ങനെ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ പത്തരമാറ്റിൽ വരുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ഹൈപ്പും ലൈക്കും ഒക്കെ തന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആദർശിന് പെട്ടെന്നൊരു നെഞ്ചുവേദനയും ശ്വാസം മുട്ടൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. മരുന്നൊക്കെ അവിടെ പരതുന്നുണ്ട് എങ്കിലും അതൊന്നും കിട്ടുന്നില്ല. അങ്ങനെ ആകെ വേദനയോട് കൂടത്തിന് ശ്വാസം കിട്ടാതെ ഇങ്ങനെ പൊളിയുന്ന ആദർശിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ ആകെ ശ്വാസം പോലും കിട്ടാതെ ഇങ്ങനെ ജീവനോട് മല്ലടിക്കുന്ന ആദർശിനെയാണ് കാണിക്കുന്നത്. പെട്ടെന്നായിരിക്കട്ടെ നയന ഞെട്ടിയുണരുന്നത്. കാരണം ഇത് നയനയുടെ സ്വപ്നമായിരിക്കും. ആദർശേട്ടൻ തനിച്ച് താമസിക്കുന്ന സമയത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ എന്ത് ചെയ്യുമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ നയന ആകെ വേവലാതിപ്പെടുന്നുണ്ട്. അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് അപ്പം തന്നെ ആദർശിനെ ഫോണിൽ വിളിച്ചു. ഈ പാതിരാത്രിക്ക് എന്തിനാ വിളിച്ചത് എന്ന് ആദർശ് ചോദിക്കുമ്പോൾ നയന തൻ്റെ പേടി തുറന്നു പറയും. ശ്വാസം മുട്ടലൊക്കെ ഉള്ളതല്ലേ, അടുത്ത് വല്ലതും പറ്റിയ സഹായിക്കാൻ ആരുമില്ലല്ലോ എന്നൊക്കെ പറയുന്നിട്ട് നയന ആകെ ടെൻഷനിലായിരിക്കും. എന്നാൽ ആദർശ് അവളെ കൂളാക്കുന്നുണ്ട്. നീ എന്തിനാ നയനെ വെറുതെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് കൂട്ടുന്നത്? ഞാൻ എപ്പോഴും ബിസിനസ് ആവശ്യത്തിന് തനിച്ച് യാത്ര ചെയ്യുന്ന ആളല്ലേ. എൻ്റെ കയ്യിൽ മരുന്നൊക്കെ ഉണ്ട്, നീ സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ നോക്കിയെന്നൊക്കെ പറഞ്ഞ് ആദർശ് ഫോണ് വെച്ചു. പക്ഷേ നയനക്കാണെങ്കിൽ യാതൊരുവിധ സമാധാനവും കിട്ടുന്നില്ല. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ തന്നെ അവൾ ദേവേനോട് ചെന്ന് പറയുന്നുണ്ട്, അമ്മേ ഞാനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു. നിങ്ങൾ ആരും ഇതിനെ എതിർക്കരുത്. എനിക്ക് ആദർശേട്ടൻ്റെ അടുത്തേക്ക് പോകണം. ഈ അവസ്ഥയിൽ നീ ഗർഭിണിയല്ലേ മോളെ, നിനക്ക് ഇവിടെയുള്ളവരുടെ പരിചരണമല്ലേ വേണ്ടത് എന്ന് ദേവയാനി ചോദിക്കുന്നുണ്ടെങ്കിലും നയന അതിനൊന്നും തന്നെ വഴങ്ങുന്നില്ല. ആദർശേട്ടൻ്റെ കാര്യങ്ങൾ തനിക്കറിയാവുന്നതുപോലെ മറ്റാർക്കും അറിയില്ല എന്നും രാത്രി ശ്വാസം മുട്ടൽ വരുമ്പോൾ മരുന്ന് എടുത്തു കൊടുക്കാനും കൂടെ താൻ തന്നെ വേണമെന്നും നയന ഉറപ്പിച്ചു പറഞ്ഞു. അവിടെ ജോലിക്കാരുണ്ടല്ലോ എന്ന് ദേവയാനി സമാധാനിപ്പിക്കാൻ നോക്കി. പക്ഷേ നയന തൻ്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ആര് സമ്മതിച്ചാലും ഇല്ലെങ്കിലും താൻ ആദർശേട്ടൻ്റെ അടുത്തേക്ക് തന്നെ പോകുമെന്നും അവൾ പ്രഖ്യാപിച്ചു. മുത്തശ്ശനോടും മുത്തശ്ശിയോടും ദേവയാനി ഈ ഒരു കാര്യം അവതരിപ്പിക്കുന്നുണ്ട്. ഈ അവസ്ഥയിൽ നീ ഒറ്റയ്ക്ക് പോയി താമസിക്കുന്നത് ശരിയല്ല എന്ന് മുത്തശ്ശി വിലക്കി. എന്നാൽ ആദർശേട്ടന് ഒരു ആപത്ത് വന്നാൽ താനല്ലാതെ വേറെ ആരാ ഉള്ളത് എന്ന് പറഞ്ഞ നയന അങ്ങ് പൊട്ടിക്കരയാണ്. മുത്തശ്ശിനെ ഉടനെ തന്നെ മുത്തശ്ശനൊരു കുത്തങ്ങ് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇദ്ദേഹം ഇതൊന്നും കാണുന്നില്ലേ? ഈ കുടുംബം പിച്ചി ചീന്തപ്പെടുകയാണ്. ആദർശിനെ വെറുതെ അങ്ങ് ഇറക്കി വിടേണ്ട കാര്യമില്ലായിരുന്നു. അതുകൊണ്ടാണല്ലോ ഇപ്പം നയനമോളും പോകുന്നത് എന്നൊക്കെ മുത്തശ്ശി പരിഭവിച്ചു. ആദർശ് സ്വന്തം തീരുമാനത്തിലാണ് പോയത് എന്നും അവനെ തടയാൻ താനില്ല എന്നും മുത്തശ്ശൻ പറയുന്നുണ്ട്. നയനക്ക് അവളുടെ ഭർത്താവിൻ്റെ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ അവൾ പോയിക്കോട്ടെ. തൻ്റെ വാക്കുകൾക്ക് ആരും വില കൽപ്പിക്കാത്ത സ്ഥിതിക്ക് താൻ എന്തിനാ ഇനി സംസാരിക്കുന്നത് എന്നാണ് മുത്തശ്ശൻ പറയുന്നത്. നയന എല്ലാവരുടെയും കാലൊക്കെ തൊട്ട് വന്ദിച്ച് അവിടെ നിന്നും ഇറങ്ങാണ്. ആദർശിൻ്റെ അടുത്തേക്ക് ചെന്ന് നയന കയറുമ്പോൾ ആദർശാണെങ്കിൽ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. എന്തിനാ നയനെ നീ ഇങ്ങനെ ടെൻഷൻ അടിച്ച് പിടിച്ച് ഈ ജീവിതത്തിലേക്ക് വന്നത് എന്ന് ആദർശ് ചോദിക്കുമ്പോൾ താൻ കൂടെ ഉണ്ടാകുമെന്ന് നയന ഉറപ്പിച്ചു പറഞ്ഞു. തന്നെ ചതിച്ച ഗ്രീനയെ കണ്ടെത്തണമെന്നും എൻ ജ്വല്ലറിയുടെ കള്ളത്തരം പൊളിക്കുമെന്നാണ് ആദർശിൻ്റെ ലക്ഷ്യം. അതിനൊക്കെ നയന കൂടെ ഉണ്ടായിരിക്കുമെന്ന് നയന വാക്ക് കൊടുക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് കിരണും കല്യാണിയും അങ്ങോട്ടേക്ക് വരും. എൻ ജ്വല്ലറിയിലെ ചില രഹസ്യങ്ങളൊക്കെ തനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ ആദർശിനോട് പറയും. ഡേവിഡ് വെറും ഒരു കരുവാണ്, അതിൻ്റെ പിന്നിൽ വലിയ സ്രാവുകളുണ്ട് എന്ന് അവർ തിരിച്ചറിഞ്ഞു. ഇതിനിടയിൽ നന്ദു മുംബൈ പോലീസ് വഴി ഗ്രീനയെക്കുറിച്ചുള്ള CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ സംഘടിപ്പിക്കുകയാണ്. ആ ഫോട്ടോ വെച്ച് സോഷ്യൽ മീഡിയ വഴി ഗ്രീനയെ അവർ കറക്റ്റായി തന്നെ പൊക്കി. നന്ദുവും പോലീസും ചേർന്ന് ഗ്രീനയെ അറസ്റ്റ് ചെയ്തു. പോലീസ് വരുന്നത് കണ്ട് ഗ്രീന ആകെ പേടിച്ച് ഡേവിഡിനെ വിളിക്കുന്നുണ്ട്. തന്നെ പൊക്കിയാൽ താൻ എല്ലാം തുറന്നു പറയുമെന്ന് അവൾ ഡേവിഡിനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. നാഗേന്ദ്രനെ കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടരുതെന്ന് ഡേവിഡ് അവൾക്ക് താക്കീത് നൽകുന്നുണ്ട്. ആദർശിൻ്റെ മുന്നിൽ ഗ്രീനയെ ഹാജരാക്കുമ്പോൾ അവൾ എല്ലാ സത്യങ്ങളും പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ തുറന്നു പറയുന്നുണ്ട്. പണത്തിന് വേണ്ടിയിട്ടാണ് താൻ ഈ ഒരു ചതി ചെയ്തത് എന്നും എൻ ജ്വല്ലറിയുടെ ലാഭത്തിന് വേണ്ടിയിട്ടാണ് ആദർശിനെ ഉറക്കിക്കടത്തിയത് എന്നും അവൾ സമ്മതിച്ചു. ഈ വീഡിയോസും തെളിവെല്ലാം തന്നെ ആദർശ് സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറിയെ അറിയിച്ചു.
അവർക്ക് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുകയും തട്ടിപ്പിലൂടെ നേടിയെടുത്ത ഈ ഒരു ഡീല് AN ജ്വല്ലറിയിൽ നിന്നും മാറ്റി അത് മൂർത്തി ജ്വല്ലറിയിലേക്ക് തന്നെ നൽകാൻ അവർ തീരുമാനിക്കുകയും ചെയ്തു. അതേതായാലും ആദർശിന് വലിയൊരു ആശ്വാസമാവുന്നുണ്ട്. അവൻ നയനയോട് ഈ ഒരു സന്തോഷ വാർത്ത പങ്കുവച്ചു. നമ്മുടെ നിരപരാധിത്വം തെളിഞ്ഞു എന്നും ഡീൽ തിരിച്ചു കിട്ടിയെന്നും അവൻ സന്തോഷത്തോടെ പറയാണ്. ഉടനെ മുത്തശ്ശിയെ വിളിച്ച് അറിയിക്കാൻ നോക്കുന്ന നയനയോട് വേണ്ട എന്ന് പറഞ്ഞ് ആദർശ് വിലക്കുന്നുണ്ട്. പിന്നീട് കിരണും കല്യാണും ഡേവിഡിന്റെ ക്യാബിനിലേക്ക് ചെന്ന് കയറി. ഡേവിഡിനെ നാഗേന്ദ്രൻ ഫോണിൽ വിളിച്ച് പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാണ്. അതെല്ലാം തന്നെ അവർ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഡേവിഡിന്റെ മുന്നിൽ കിരൺ മാസ് ഡയലോഗുമായി അങ്ങ് വരും. താൻ ആദർശിന്റെ ചങ്ക സുഹൃത്താണ് എന്നും ഡേവിഡിനെ പൂട്ടാനുള്ള എല്ലാ കുരുക്കളും റെഡിയായി എന്നും അവൻ തുറന്നു പറഞ്ഞു. പിന്നാലെ പോലീസും ആദർശും അങ്ങോട്ടേക്ക് എത്തി. ഇനി ഏതായാലും ഡേവിഡിന് യാതൊരുവിധ രക്ഷയുമില്ല. ആ ആദർശിൻ്റെയും SI നന്ദുവിൻ്റെയും മുന്നിൽ വിറച്ചു നിൽക്കുന്ന ഡേവിഡിൻ്റെ അടുത്തേക്ക് കിരൺ ഒന്നും കൂടി അടുത്തു. എന്താ ഡേവിഡേ, നാവ് ഇറങ്ങിപ്പോയോ? ഇപ്പം നിന്റെ വലിയ ആ ഒരു മുതലാളി ഫോണിൽ കിടന്ന് അലറുന്നത് ഞങ്ങൾ കേട്ടല്ലോ എന്ന് പറയും. കിരൺ തൻ്റെ ഫോണിലെ റെക്കോർഡിംഗ്സ് അങ്ങ് പ്ലേ ചെയ്തു. നാഗേന്ദ്രൻ്റെ ശബ്ദം ആ ക്യാബിനുള്ളിൽ മുഴങ്ങിയപ്പോൾ ഡേവിഡിൻ്റെ മുഖത്ത് ചോരയൊക്കെ അങ്ങ് വറ്റിയതുപോലെയായി. ആദർശ് ഡേവിഡിൻ്റെ ഷർട്ടിലെ കോളറിനങ്ങ് കുത്തിപ്പിടിച്ചു. എന്നിട്ട് പറയുന്നുണ്ട്, ഡേവിഡെ, എൻ്റെ മുത്തശ്ശൻ എന്നെ ഈ വീട്ടിൽ നിന്നും ഇറക്കിവിട്ടത് നീയും നിന്റെ പിന്നിലുള്ള ആ നാഗേന്ദ്രനും കളിച്ച കളി കൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ സത്യം പുറത്തു വന്നു. ഗ്രീന നിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞു. ഇനി നിനക്ക് ഒരു രക്ഷയുമില്ല. അപ്പോഴേക്കും SI നന്ദു ഡേവിഡിനെ വിലങ്ങ് വെക്കാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അറസ്റ്റ് ചെയ്യുമെന്ന് ഉറപ്പായപ്പോൾ ഡേവിഡ് കരയാൻ തുടങ്ങി. സർ പ്ലീസ്, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ വെറും ഒരു ശമ്പളക്കാരൻ മാത്രമാണ്. നാഗേന്ദ്രൻ സാറാണ് ഇതിൻ്റെയൊക്കെ ബുദ്ധി. മൂർത്തി ജ്വല്ലറിയെ തകർക്കണമെന്നും ആദർശ് സാറിനെ നാണം കെടുത്തണമെന്നും നാഗേന്ദ്രന് നിർബന്ധമായിരുന്നു. AN ജ്വല്ലറി വെറും ബിനാമി പേരാണ്. ഇതിൻ്റെ യഥാർത്ഥ ഉടമ നാഗേന്ദ്രൻ സാറാണ് എന്ന് ഡേവിഡ് അങ്ങ് വിളിച്ചു പറഞ്ഞു. ഇത് കേട്ടതും ആദർശിനും കിരണിനും വലിയൊരു തെളിവ് കയ്യിൽ കിട്ടിയ സന്തോഷമായിരുന്നു. എന്നാൽ പോലീസ് അവനെ കൊണ്ടുപോകാനൊരുങ്ങിയപ്പോൾ ആദർശ് നന്ദുവിനോട് പറഞ്ഞു, ഇവനെ ഇപ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നാഗേന്ദ്രൻ മുങ്ങും. നമുക്ക് ഇവനെ വെച്ച് തന്നെ നാഗേന്ദ്രനെ പൊക്കാമെന്ന് പറയും. അങ്ങനെ ആദർശിൻ്റെ പ്ലാൻ അനുസരിച്ച് ഡേവിഡിനെ കൊണ്ട് നാഗേന്ദ്രനെ വിളിപ്പിച്ചു. ഒരു അടിയന്തര മീറ്റിംഗ് ഉണ്ട് എന്നും സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറിക്കാർ വലിയൊരു നഷ്ടപരിഹാരം ചോദിക്കുന്നുണ്ട് എന്നും പറഞ്ഞ് നാഗേന്ദ്രനെ AN ജ്വല്ലറിയിലേക്ക് വരുത്തിച്ചു. ഒന്നും അറിയാതെ കാറിൽ വന്നിറങ്ങിയ നാഗേന്ദ്രൻ നേരെ ക്യാബിനിലേക്ക് കയറിയത് പോലീസിൻ്റെയും ആദർശിൻ്റെയും മുന്നിലേക്കാണ്. അവിടെ വെച്ച് നാഗേന്ദ്രൻ്റെ എല്ലാ കള്ളത്തരങ്ങളും ആദർശ് അങ്ങ് എണ്ണി പറഞ്ഞു. അഹങ്കാരത്തോടെ ചിരിച്ച നാഗേന്ദ്രൻ, നീ ഇതൊന്നും തെളിയിക്കാൻ പോകുന്നില്ലടാ ആദർശ് എന്ന് വെല്ലുവിളിച്ചുവെങ്കിലും ഗ്രീനയും ഡേവിഡും സാക്ഷികളായി മുന്നിലേക്ക് വന്നപ്പോൾ അയാൾ ആകങ്ങനെ കിളി പോയ പോലെ നിൽക്കാണ്. പിറ്റേന്ന് രാവിലെ അനന്തപുരി വീട്ടിലേക്ക് ആദർശും നയനയും കിരണും കല്യാണിയും എല്ലാവരും കൂടി കയറി ചെന്നു. ആദർശിൻ്റെ കയ്യിൽ സ്റ്റാൻലി മാർട്ടിൻ ജ്വല്ലറി അയച്ച ആ ഒരു പുതിയ കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു. മുത്തശ്ശൻ്റെ മുന്നിലേക്ക് ആ ഒരു പേപ്പർ ആദർശ് അങ്ങ് വെച്ച് കൊടുത്തു. എന്നിട്ട് പറയുന്നുണ്ട്, മുത്തശ്ശ, ഞാൻ ഒരിക്കലും തോറ്റു കൊടുത്തിട്ടൊന്നുമില്ല. നമ്മുടെ ജ്വല്ലറി ചതിച്ചവരെ ഞാൻ നിയമത്തിന് മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. ഇതാ പുതിയ ഡീല്. മുത്തശ്ശൻ ആദർശിനെ കെട്ടിപ്പിടിച്ചങ്ങ് കരഞ്ഞുപോയി. നയനയുടെ ധൈര്യത്തെയും എല്ലാവരും അഭിനന്ദിച്ചു. ആദർശിനെ വീട്ടിൽ നിന്നും ഇറക്കിവിട്ടതിൽ മുത്തശ്ശൻ അവനോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. ആദർശിനെ വീണ്ടും ജ്വല്ലറിയുടെ പൂർണ്ണ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ കല്യാണിയുടെയും കിരണിൻ്റെയും സഹായത്തോടു കൂടെ തന്നെ ആദർശും നയനയും വീണ്ടും ഒന്നിച്ചു. നാഗേന്ദ്രൻ ജയിലിലഴികൾക്ക് പിന്നിലായതോടുകൂടി തന്നെ മൂർത്തി ജ്വല്ലറി പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത വമ്പൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡുകളും തന്നെയാണ് കേട്ടോ പത്തരമാറ്റിൽ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.